വാസുദേവായ. ദശകം 8 ശ്ലോക 11. തത് ഏതത് അംബോരുക കുട്മലം തേ കളേബരാത്തോയപദേ പ്രരൂഢം ബഹിഃ നിരീതം പരിതഃ സ്ഫുരദദ്ഭിഃ സ്വധാമഭിഃ ദ്വാന്തം അലംന്യകൃന്ദത്. തത് അങ്ങനെ, ഏതത് അനന്തരം, അംബോരുഹ ജഗത് കാരണമായ ആ താമര, കുട്മളം മൊട്ട്, തേ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ, കളേബരാത് ശരീരത്തിൽ നിന്ന്, തോയപഥേ വെള്ളത്തിനുള്ളിൽ അങ്കുരിച്ച്, പ്രരൂഢം ഉറച്ച നിലയിൽ, ബഹാഹി വെള്ളത്തിനു വെളിയിൽ, നിരീതം ഉയർന്നു വന്ന്, പരിതഃ നാലുപാടും, സുരദദ്ഭിഃ പ്രകാശിക്കുന്ന, സ്വധാമഭിഃ മൊട്ടിൻ്റെ പ്രകാശത്താൽ, ദ്വാന്തം പ്രപഞ്ചത്തിൻ്റെ ഇരുട്ട്, അലം എല്ലാം, ന്യകൃന്ദത് ദൂരീകരിച്ചു. ഈ ദശകത്തിൽ നമ്മൾ പ്രളയ വർണ്ണനയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഈ ശ്ലോകത്തിൽ അങ്ങനെ ആ ഒരു ഭഗവാന്റെ നാഭിയിലെ പുക്കിൾക്കൊടിയിൽ നിന്നും അങ്ങനെ ഒരു തണ്ട് ഉയർന്നു വന്നതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത്. അങ്ങനെ അനന്തരം ഈ ജഗത്തിന്, പ്രപഞ്ചത്തിന് കാരണമായി തീരുന്ന ആ ഒരു പ്രധാനപ്പെട്ട താമര ഒരു മൊട്ടിൻ്റെ ആകൃതിയിൽ ഭഗവാന്റെ ശരീരത്തിൽ നിന്നും വെള്ളത്തിൻ ഉള്ളിൽ അങ്കുകരിച്ചുകൊണ്ട് ഉറച്ച നിലയിൽ വെള്ളത്തിൽ നിന്നും വെളിയിലോട്ട് ഉയർന്നു വന്നു. നാലുപാടും ഇരുണ്ടിരിക്കുന്നതിനെ ആ ഒരു മൊട്ട് പ്രകാശിപ്പിച്ചു. ആ ഒരു പ്രകാശത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാ ഇരുട്ടും അങ്ങ് മറഞ്ഞു കളഞ്ഞു. അത്രയും പ്രശോഭിക്കുന്ന ആ ഒരു താമര മൊട്ട് വളരുകയും അതൊരു താമരയായി മാറുകയും ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർമ്മത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ് ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. തദേതദംബോരുക കുട്മളം തേ കളേബരാത്തോയപദേ പ്രരൂഢം ബഹിർനിരീതം പരിതഃസ്ഫുരദ്ഭിഃ സ്വധാമഭിർദ്വാന്തമലം ന്യകൃന്ദത്. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ.